ഹലോ ഫ്രണ്ട്സ്, NDT എന്താണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. അതായത് ആ പാർട്ടിന് കംപ്ലൈൻറ്റ് വരാണ്ട് എന്തെങ്കിലും ക്രാക്കുകളോ അല്ലെങ്കിൽ ഡിഫക്ട്സുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു മെറ്റൽ പീസുമേ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ ഓയിൽ ഫീൽഡിലെ പൈപ്പ് ലൈൻസ്, അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ്, അങ്ങനെ മെറ്റലിലൊക്കെ എന്തെങ്കിലും പാർട്ടുകളാവാം. അപ്പം അതുമല്ലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ക്രാക്കുകളുണ്ടോ, പൊട്ടലുകൾ, അതുപോലുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മെറ്റൽ പാർട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ബ്ലോ ഹോൾസ്, എയറിൻ്റെ ബബിൾസ് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റേണലായിട്ട് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ മെറ്റലിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ടോ, അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഇതിൻ്റെ ഉദ്ദേശം. NDTയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഓയിൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെൽഡിങ്, ഓയിൽ ഫീൽഡിലെ വെൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ വെൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റായിട്ട് ദെൻ പിന്നെ കൂളാകുമ്പോൾ അതിൽ എയർ ബബിൾസ് പിടിച്ചിട്ടുണ്ടോ, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ എന്തെങ്കിലും ക്രാക്കുകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലാണ് NDT എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇതിലിപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് NDT ആണ്. NDTയിലെ ടൈപ്സ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിതിനെ ടൈപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ 5 മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞു. ഈ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സർഫസിലുള്ള ക്രാക്കുകൾ കണ്ടുപിടിക്കാനുള്ളതാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. അതുപോലെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് നമുക്ക് സർഫസിലുള്ള ക്രാക്കുകൾ അല്ലെങ്കിൽ ബ്ലോ ഹോൾസ് അങ്ങനത്തെ ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ളതാണ് ലിക്വിഡ് പെനിട്രന്റ് ഇൻസ്പെക്ഷൻ. ദെൻ മാഗ്നറ്റിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു 1 mm അല്ലെങ്കിൽ 2 mm ഒക്കെ താഴെയുള്ള ഡിഫക്റ്റുകൾ നമുക്ക് കിട്ടും, സർഫസിന് തൊട്ട് താഴെയുള്ള ഡിഫക്റ്റുകൾ. എന്നാലും നമ്മളതിനെ സർഫസിലുള്ള ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള കാറ്റഗറിയിലാണ് ഇതിനെ പെടുത്തുന്നത്. ഈ ആദ്യത്തെ 3 ടൈപ്പ്, വിഷ്വലും ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിങ്ങും മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിങ്ങും, നമുക്ക് സർഫസിലുള്ള ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ ആൻഡ് റേഡിയോഗ്രാഫിക്, ഈ 2 എണ്ണം ഇന്റേണലിലുള്ള ഡിഫക്റ്റുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ പൈപ്പ് ലൈൻസ്, ഒരു പൈപ്പ് ലൈനാണ് ഇത്, പൈപ്പ് ലൈൻ തിക്നെസ് ആണെന്ന് വിചാരിച്ചു. തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ ക്രാക്ക് ഉണ്ടാവുക. ഇന്നർ ഡയമീറ്ററിൻ്റെയും ഔട്ടർ ഡയമീറ്ററിൻ്റെ തിക്നെസ്സിൻ്റെ ഉള്ളിലായിരിക്കും ക്രാക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഡിഫക്റ്റുകളൊക്കെ അൾട്രാസോണിക് വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ റേഡിയോഗ്രാഫിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ സർഫസിൽ, പൈപ്പ് ലൈൻസിൻ്റെ സർഫസിലാണ് ക്രാക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യം വിഷ്വൽ ചെയ്ത് നോക്കും. ദെൻ ലിക്വിഡ് പെനിട്രന്റ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ, ഇതിലേത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പൈപ്പ് ലൈൻസ് മാത്രമല്ല, ഇപ്പോൾ 2 പ്ലേറ്റുകൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്, 2 മെറ്റൽ പ്ലേറ്റുകൾ വെൽഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് വെൽഡിങ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെൽഡിങ്ങിൽ എന്തെങ്കിലും ക്രാക്കുകളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റലുകൾ വന്ന് പെട്ടിട്ട് അതുകൊണ്ട് സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും നമുക്ക് ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഉപയോഗിക്കും. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഉപയോഗിക്കും, ലിക്വിഡ് പെനിട്രന്റും, ഈ ടെസ്റ്റുകളൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. NDTയുടെ എല്ലാ മെത്തേഡ്സും നമ്മൾ ഇതിനും യൂസ് ചെയ്യും. അപ്പോൾ വെൽഡിങ്ങിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ പൈപ്പ് ലൈൻസോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതുപോലെ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്, സിമ്പിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ പൈപ്പ് ലൈൻസിൽ എന്തെങ്കിലും ക്രാക്കുകളുണ്ടോ കാര്യങ്ങളുണ്ടോ കണ്ടുപിടിക്കാം. അതുപോലെ വെൽഡിങ്, അത് പൈപ്പ് ലൈൻസിനുള്ള വെൽഡിങ് ആണെങ്കിലും ഷീറ്റ് വെൽഡിങ്, അങ്ങനെ എന്ത് ടൈപ്പ് വെൽഡിങ് ആണെങ്കിലും നമുക്ക് അതിലുള്ള ഡിഫക്റ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഈ NDT എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഓഫ് NDT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ 3 എണ്ണം വിഷ്വലും ലിക്വിഡും മാഗ്നറ്റിക് പാർട്ടിക്കിളും സർഫസിലുള്ള ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനും അൾട്രാസോണിക്കും റേഡിയോഗ്രാഫിക്കും ഇന്നർ ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിൽ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ തോന്നുന്നു. അതേപോലെ തന്നെ ഫോർജിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. മെക്കാനിക്കൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് എന്താണ് ഫോർജിങ് എന്നൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ കാസ്റ്റിങ്, ഇനി പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി അറിയാം. അതായത് ഒരു മെറ്റൽ പാർട്സ് എടുത്തിട്ട്, മെറ്റലിൻ്റെ പീസ് എടുത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട്, എന്തെങ്കിലും ഷേപ്പുള്ള സംഭവം എടുത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിനൊരു
മോൾട്ടൺ സ്റ്റേറ്റിന് തൊട്ട് മുമ്പ് വരെ ഹീറ്റ് കൊണ്ടുവന്നിട്ട് ദെൻ അതിനൊരു ഡൈയുടെ മുകളിൽ വെച്ചിട്ട്, ഡൈഡ് എന്ന് പറഞ്ഞാൽ മോൾഡ് എന്ന് പറയാം, ആ ഷേപ്പുള്ള മോൾഡിൻ്റെ മുകളിൽ വെച്ച് ഹാമർ വെച്ച് 1 ടണ്ണോ 6 ടണ്ണോ 10 ടണ്ണോ അത്രയും വലിയ ഹാമറുകൾ വെച്ച് ആ ഡൈയിലേക്ക് നമ്മൾ അടിച്ചിറക്കുകയാണ്, ഹാമർ ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പ് കിട്ടും. ദെൻ കൂടുതൽ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ട്രിം ചെയ്ത് കളയും. അങ്ങനെ ആ ഷേപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലാക്കും. മോൾട്ടൺ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഉരുക്കിയിട്ട് നമുക്കിങ്ങനെ ഒഴിക്കാവുന്ന രൂപത്തിലാക്കിയിട്ട് ആ രൂപത്തിലുള്ള മെറ്റൽ എടുത്തിട്ട് നമ്മൾ ആ ഡൈയിൽ അല്ലെങ്കിൽ മോൾഡിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉണങ്ങുമ്പോൾ ആ ഷേപ്പ് കിട്ടുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാസ്റ്റിംഗ്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ NDT മെത്തേഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെൽഡിങ്, പൈപ്പിങ്, ദെൻ ഈ ഫോർജിങ് വഴി ഉണ്ടാക്കുന്നത്, കാസ്റ്റിംഗ് വഴി ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ മെറ്റലിൻ്റെ എല്ലാ പ്രോഡക്ട്സും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.